ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എന്റെ കൂടെ ഒരു തീരുമാനം. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റ് ഉണ്ട്. പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ബിഷപ്പ് നോബൽ ഫിലിപ്പിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര കോമഡി ആയിട്ടാണ് തോന്നിയത്. കാര്യം ഈ വ്യക്തി, അതായത് ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഈ അച്ഛൻ എത്ര യൂട്യൂബേഴ്സിൻ്റെ അടുത്ത് ഫോണിൽ വിളിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? പ്രധാനമായിട്ടും ആ ഇന്റർവ്യൂ കൊടുത്ത ചാനലിനെതിരെ വരെ കേസ് കൊടുത്ത വ്യക്തിയാണ്. ഈ പുള്ളി എങ്ങനെ ഇത്ര പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ചേർന്നൊരു പണിയാണോ ഇതെന്ന് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. രേണുവിനെ പറ്റിയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിനകത്ത് ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവർക്ക് സുഖമില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഇനിയും അതെടുത്ത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നതിനകത്തോട്ട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സാധനം ഉപേക്ഷിച്ചത്. അവരുടെ ഗുണമായാലും ദോഷമായാലും എനിക്ക് അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല. പക്ഷേ ഈ അച്ഛനെ പറ്റിയിട്ട് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ വന്നിട്ട് കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുന്നു. നിനക്കിവിടെ ഒരു മുറിയുണ്ട്, നീ വേണേ അവിടെ വന്ന് കിടന്നോ, നിങ്ങൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ നമ്മുടെതൊക്കെ പറയുന്നതും പബ്ലിക്കിനും വന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ എന്താണ്? ഞാൻ ഋതപ്പനും കിച്ചുവിനും വേണ്ടി കൊടുത്ത വീടാണ്, വേറെ ആർക്കും കൊടുത്ത വീടല്ല. എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചിട്ടുള്ളത്? ഓരോ ആൾക്കാരുടെ കയ്യിൽ കിടപ്പുണ്ട്. ഈ പുള്ളിക്കാരൻ പേഴ്സണലി അയച്ച മെസ്സേജുകളും വോയിസുകളും. എന്തിന്? രേണുവിനെ പറ്റി ഓരോ വീഡിയോസ് വരുന്ന സമയങ്ങളിലും പുള്ളി പലർക്കും അതെടുത്ത് വെച്ച് ഷെയർ ചെയ്ത് കൊടുക്കും. ഇത് കണ്ടോ എന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഇനി എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കിച്ചുവിൻ്റെ കേസ്. കിച്ചുവിനെ പാരാത്രിക്ക് 2 മണിക്ക് തങ്കച്ചനാണ് പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത്. എന്തെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെയൊക്കെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന്. അച്ഛൻ ഒരിക്കലും ചേർന്ന ഒരു പരിപാടിയല്ലത്. നിങ്ങളൊരു പുരോഹിത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. എന്തിനാണ് ഈ പറയുന്ന രേണുസുതി അവരുടെ ഫാമിലി ഇതും ചുറ്റിപ്പറ്റി ഈ ലൂപ്പിൽ കിടന്ന് കറങ്ങുന്നതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. വസ്തു കൊടുക്കാനുള്ളത് കൊടുത്തു, ഓക്കെ, അത് നിങ്ങൾ ചെയ്ത ഒരു വലിയ കടമ. ഇനി പൊട്ടി ഇപ്പോൾ രേണുവിൻ്റെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നിയത്. കാര്യം ഒരു പുരോഹിതനെ ചേർന്നൊരു പരിപാടിയല്ല ഒരു ശത്രുത വെച്ചുകൊണ്ട് പെരുമാറുക എന്നൊക്കെ ഉള്ളത്. അപ്പം അവരുടെ വിഷമ അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ പോയി പ്രാർത്ഥിച്ചതിനകത്തോട്ടൊക്കെ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എന്നിട്ട് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂ എന്തിനിപ്പം കൊടുത്തു? ഇതിൻ്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ? എന്തായാലും പുള്ളി പറഞ്ഞേക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. അതും മെയിൻ സ്ട്രീം ചാനലാണ്. അതിനെപ്പറ്റി കുറച്ച് കാര്യം പറയാനുണ്ട്. ഈ രാഹുൽ ദാസ്, ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ ഒരു തീരുമാനം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കിച്ചു എന്ന് പറയുന്ന വ്യക്തി, ആ പയ്യൻ എവിടെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? എൻ്റെ അറിവിൽ അവൻ എവിടെയും ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അവന് കുറച്ച് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ അത് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തതാണ്. കാര്യം അവനായിട്ട് വന്ന് അത് പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്ന്. നമ്മളൊക്കെ ഈ ഒരു സംഭവം അറിഞ്ഞ സമയത്ത് തന്നെ കിച്ചുവിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോനെ നിന്നെ പറ്റിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നു, അത് ഇനി അങ്ങനെ മാക്സിമം ആവർത്തിക്കാതിരിക്കാൻ നോക്കുമെന്ന് പറഞ്ഞപ്പം ഇല്ല ചേട്ടാ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ അവൻ നമ്മുടെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം ഇത് ഈ പറയുന്ന അച്ഛനും അറിയാവുന്നതാണ്. അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൻ കൊച്ചല്ല, അവന് ചെറിയ തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിയും പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളി എത്ര പെട്ടെന്നാണ് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അത് മാത്രമല്ല, അച്ഛന് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ചാനലാണ് ഈ മെയിൻ സ്ട്രീം ആണ്. ഇവർക്കെതിരെ വക്കീൽ നോട്ടീസ് വരെ അയച്ചിട്ടുണ്ട്. ഇവർ ഈ അച്ഛനെ മോശമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ ഈ പറയുന്നത് ഒരിക്കലും അച്ഛനൊന്നും ഛേദിക്കാൻ പറ്റത്തില്ല. എന്നിട്ടാണ് ഈ പുള്ളി ഇപ്പോൾ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് ഇത്രയും കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും നിങ്ങൾക്ക് ഹെയ്റ്റ് കൂടത്തേ ഉള്ളൂ. ജനങ്ങൾ പിന്നെയും നിങ്ങളെ വന്നിരുന്ന് ആക്ഷേപിക്കത്തേ ഉള്ളൂ. ഫേസ്ബുക്കിലെ കമൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം അച്ഛൻ സമയം കിട്ടുവാണെങ്കിൽ.
അച്ഛൻ ഇനിയിപ്പം ഈ പറയുന്ന യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് മേ ബി കേസിന് പോകുമായിരിക്കും, എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ്. നിങ്ങൾ ഞങ്ങളുടെയൊക്കെ പേര് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോയിട്ടോ കിടന്ന് ബഹളം വെച്ചിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ എന്താണോ പബ്ലിക്കിൽ വന്ന് പറയുന്നത് അതാണ് നമ്മളെല്ലാവരും എടുത്തു വെച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ മാന്യമായിട്ട് നിങ്ങൾക്ക് മിണ്ടാതിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി പോവാം. എന്തിനാണ് നിങ്ങൾ ഇതിനകത്തോട്ട് ഇറങ്ങി തിരിക്കാനായിട്ട് നിൽക്കുന്നത്? അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. അവന്റെ കാര്യം നോക്കി ജീവിക്കട്ടെ. ആ സഹോദരി അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ടല്ലോ. ഇവിടെ അവർക്കൊരു വീട് സ്ഥലവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന. ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം അറിയായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ആദ്യമേ ഇതൊന്നും വന്ന് പറഞ്ഞത്? ഇപ്പോൾ ഒരു അവസരം നോക്കിയിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നത് എന്തിനാ? അന്ന് അവൻ എല്ലാവർക്കും ഭയങ്കരമായിരുന്നു, അയ്യോ പാവം എന്നുള്ള രീതിയിൽ അവൻ എല്ലാവരും തല ചുവന്നുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം അവൻ ഏറ്റവും വലിയ കള്ളൻ, അവൻ എന്താ പറയണ്ട ലഹരിക്കടിമ എന്നൊക്കെയുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒന്നുമില്ലേലും അവൻ്റെ സ്വന്തം അച്ഛൻ കല്യാണം കഴിച്ച വ്യക്തിയല്ലേ ഈ പറയുന്ന രേണു. അപ്പം രേണുവിൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ അവന് സങ്കടം എന്നുള്ള രീതിയിൽ അവൻ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അവരും ഈ പറയുന്ന രേണുവും തമ്മിലാണ്. നാളെ അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ഒരുമിച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ അഗെയിൻസ്റ്റ് പറയുന്ന ആൾക്കാരായിരിക്കും സത്യം പറഞ്ഞാൽ മണ്ടന്മാരാവുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തിക്ക് ഇതിനകത്തോട്ട് ഇൻവോൾവ് ആവേണ്ട ഒരു ആവശ്യവും ഇതിനകത്തില്ല. ഇതിപ്പം എന്തോ ആൾക്കാരിപ്പം പറയുന്നതെന്ന് അറിയാം, ആൾക്കാരിപ്പം രേണുവിൻ്റെ മണ്ടയിലോട്ടേ കയറത്തുള്ളൂ. രേണു സ്ക്രൂ കയറ്റി കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞെന്നുള്ള രീതിയിലോട്ട് ഈ സാധനങ്ങൾ കറങ്ങി തിരിഞ്ഞ് പോകത്തുള്ളൂ. ഈ പുള്ളി ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നിങ്ങളുടെ എനിക്ക് പറയുന്നതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ടാണ്. നിങ്ങൾ ഓരോ യൂട്യൂബേഴ്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കണം ഈ പുള്ളി മെസ്സേജ് അയച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും എന്തൊക്കെ സംസാരിച്ചിട്ടുള്ളതെന്നും. എനിക്കറിയത്തില്ല ഒരു മനുഷ്യൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ മാറാൻ സാധിക്കുമെന്ന്. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നു, ഇപ്പോഴാണ് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല. അറിഞ്ഞിട്ടും നിങ്ങൾ എന്തുവാ ചെയ്തത്? അവൻ പോട്ട് അവൻ കൊച്ചല്ലേ, അവനെ തെറ്റുപറ്റിപ്പോയെന്നുള്ള രീതിയിലാണ് നിങ്ങൾ അവൻ്റെ കൂടെ നിന്നതും സഹകരിക്കുകയൊക്കെ ചെയ്തത്. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. അച്ഛനിപ്പോൾ എന്തിനിങ്ങനെ വന്ന് വാക്ക് മാറി ഇങ്ങനെ സംസാരിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം, അതാണ്. അല്ല നമ്മൾ പല പല നിലപാടുകൾ പല സമയത്തും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് യാതൊരു വിലയില്ലാതായി പോകും. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാ. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ആ ലിസ്റ്റ് എല്ലാം കൂടെ കൂട്ടി എടുത്ത് കയ്യിൽ വെച്ചു. ഇതിപ്പോൾ അവനെ ത്രെട്ട് ചെയ്യുവാണ്, മനസ്സിലായ? അവൻ എന്തോ പ്രായമുണ്ട്, അവൻ പുതിയൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇവനെ ഇൻഡയറക്ട്ലി വന്ന് ത്രെട്ട് ചെയ്യുക. സാധനങ്ങളുണ്ട്, കൂടുതൽ കളിക്കണ്ട, കളിച്ചാൽ ഞങ്ങളെല്ലാവരും അങ്ങ് ഇറങ്ങും എന്നും പറഞ്ഞിട്ട്. ഇതിൻ്റെയൊക്കെ ആവശ്യം ഇവർക്കൊക്കെ ഉണ്ടോ? അവൻ്റെ ഒരു പേഴ്സണൽ ഫീലിങ്സ് ആണ് അവൻ വന്ന് പറഞ്ഞത് രേണുവിനെ പറ്റിയിട്ട്. അതവൻ പറഞ്ഞു, അത് അവിടെ കഴിഞ്ഞു, അത് വിട്ട്. ഇനിയിപ്പോൾ നാളെ ഒരു കാലത്ത് രേണുവിൻ്റെ അടുത്ത് പോകാനോ രേണുവിൻ്റെ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അവൻ ചിലപ്പം പോകാതിരിക്കാം. പക്ഷെ ഈ അച്ഛൻ ഇതിനകത്ത് ഇപ്പം വന്നിട്ട് ഒരു ഇൻഡയറക്ട്ലി ത്രട്ടൺ ചെയ്യുവാണ് വന്നിട്ട്. നിങ്ങളുടെ ഡ്യൂട്ടി ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞു. നിങ്ങൾ വസ്തു കൊടുത്തു, അവരതിനകത്ത് വീട് വെച്ചു, മറ്റേ ഫിറോസിക്കൻ ടീമൊക്കെ അവിടെ വീട് വെച്ച് കൊടുത്തു. ആ പരിപാടി അവിടെ തീർന്ന്. പിന്നെയും എന്തിനാണ് നിങ്ങൾ ഇതിനകത്ത് വീണ്ടും വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? എനിക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കരമായിട്ട് വണ്ടടിക്കുവാണ്. അച്ഛൻ എല്ലാ യൂട്യൂബേഴ്സിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തു കേട്ടോ, അതും കൂടി പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ രേണുവായിട്ടൊക്കെ സഹകരിച്ച് തുടങ്ങിയ സമയത്ത് സകല യൂട്യൂബേഴ്സിനെ അച്ഛൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത്, ആരുമായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. എന്നിട്ട് അച്ഛൻ പിന്നെ താണ്ട ഇങ്ങനെയൊക്കെയാണ് വന്നിരുന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അതിന് മുന്നേ അച്ഛൻ ഓരോ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും, എന്തിന് രേണുവിൻ്റെ പേരിൽ അയച്ച വക്കീൽ നോട്ടീസ് വരെ നമുക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ. എന്നിട്ട് പുള്ളി എത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ് തോന്നുന്നത്. ഈ പുള്ളിക്ക് എന്താണ് ശരിക്കും പറഞ്ഞത്? എനിക്ക് ഈ വീഡിയോ അത് രേണുവിനെ വെറുതെ ട്രാഗ് ചെയ്യാനോ രേണുവിനെ കുറ്റം പറയാനോ എനിക്ക് താല്പര്യമില്ല. കാര്യം രേണുവിൻ്റെ ഒരു സബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ക്ലോസ് ചെയ്തതാണ്. ഇനി അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അവരെത്രയും പെട്ടെന്ന് ആ ഒരു രോഗവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് അവർ വരട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇത് വെറുതെ അനാവശ്യമായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്, ഈ അച്ഛൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂ. ഞാനിവിടെ ജീവിക്കുന്ന ആളാ. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്.
രേണുവിനെ കുടുംബത്തിനെ ചവിട്ടി താക്കുവാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഇൻ്റർവ്യൂ കാരണം രേണുവിനാണ് അഫക്റ്റ് ചെയ്യാൻ പോണത്. എത്ര പേര് രേണുവിലേക്ക് വിരൽ ചൂണ്ടും? രേണു കാരണമാണ് അച്ഛൻ ഇങ്ങനെ വീഡിയോ ചെയ്തത്, എല്ലാം രേണുവിൻ്റെ മാസ്റ്റർ പ്ലാനാണ് എന്നും പറഞ്ഞ് നേരെ അവരുടെ പെടലിക്ക് ആൾക്കാർ കയറത്തുള്ളൂ, അവരുടെ കുടുംബത്തിൻ്റെ മണ്ടലോട്ടേ കയറത്തുള്ളൂ. ഇത് നിങ്ങൾ അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയതായത്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി പിന്നെ ചോദിക്കട്ടെ, നിങ്ങൾ ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തതാണ് ആ വസ്തു അല്ലേ? 15 വർഷം വരെ ക്രയവിക്രയങ്ങളൊന്നും അവർക്കതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇപ്പം നിലവിൽ അത് ഈ രാഹുൽ ദാസിൻ്റെ ആയിക്കോട്ടെ ഋതപ്പനായിക്കോട്ടെ, ഇവർ 2 പേരുടെ പേരിലാണ് ആ വീട് കിടക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് വന്നിട്ട് അവിടെ ഒരു റൂമുണ്ട്, അവിടെ വേണേ വന്ന് കിടന്നോട്ടെ പോട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഇതൊക്കെ പറയേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? എനിക്ക് അല്ല, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ എന്തിനാ ഈ ദാനമായിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങൾ കൊടുക്കാൻ പോകുന്നത്? നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞു. പിന്നെയും അതിൻ്റെ വാല് പിടിച്ച് അവിടെ ഒരു റൂമുണ്ട്, ആ വേണേ അവിടെ വന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന എത്രത്തോളം അത് വൃത്തികെട്ട വർത്തമാനമായത്. അച്ഛൻ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ എന്തിനാണ് അത് കൊണ്ട് കളയാനായിട്ട് നിൽക്കുന്നത്? എത്ര മോശപ്പെട്ട രീതിയിൽ ആൾക്കാർ വന്ന് നിങ്ങളിപ്പം കമൻ്റ് ഇട്ടിട്ട് ഓരോന്ന് സംസാരിക്കുന്നതെന്നറിയോ? അത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കുന്ന ആരാ? നിങ്ങളാണ്. വെറുതെ ആ ഒരു പയ്യനെയും കൊണ്ടുവന്ന് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് എന്നോട് ഒരാൾ വിളിച്ചു പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാ പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ? സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. അത്രേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ചിലപ്പോ പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് അവൻ്റെ ഇമോഷൻസ് ഒന്ന് പറഞ്ഞപ്പോൾ അവനൊരു അഹങ്കാരിയായിട്ട് മാറി സമൂഹത്തിൻ്റെ മുന്നിൽ. അതും പോരാത്തതിന് എന്താ പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം രേണുവിനെ പറ്റി പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും രേണുവിനും വാശി ഉണ്ടാവും, രേണുവും തിരിച്ച് പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഞാൻ അതിനെപ്പറ്റി ഇനി കൂടുതലായിട്ട് പറയുന്നില്ല. അവരുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും പുറത്ത് വരുന്നൊരു സാഹചര്യം വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അല്ലാതെ നമ്മളതിനെപ്പറ്റി വിളിച്ച് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. പക്ഷേ അച്ഛൻ ഇതിപ്പോൾ ഉണ്ടല്ലോ, അച്ഛൻ ഈ ഒരു സാധനം നല്ല രീതിയിൽ മൂപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവൻ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും എന്ന് പറയുന്നത്, അവൻ ഇനി എങ്ങനെയായിരിക്കും എന്ന് റിയാക്ട് ചെയ്യുന്നത്. അവൻ ചിലപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് അവൻ തന്നെ മേ ബി തീരുമാനിക്കും, എനിക്ക് ഈ വസ്തുവും വേണ്ട, എനിക്കൊന്നും വേണ്ട, അതൊക്കെ അവരുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് എനിക്ക് ഈ തൊല്ലയിൽ നിന്നങ്ങ് ഒഴിഞ്ഞാൽ മതി എന്നുള്ളൊരു മൈൻഡായിരിക്കും അവന് പോകുന്നത്. അവൻ ആരുണ്ടേ? അവനെപ്പറ്റി അവന് വേണ്ടി സംസാരിക്കാൻ ആരുണ്ട്? അവനൊരു ഫ്യൂച്ചറില്ലേ? ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാൻ ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവര് പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എന്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇതൊക്കെ പച്ച കള്ളം കേട്ടോ. ഇത് ഈ കിച്ചുവിൻ്റെ പേരിലുള്ള കേസും കാര്യങ്ങളും എല്ലാം ഈ ഒരു മനുഷ്യനറിയാം, സകല കാര്യങ്ങളും അറിയാം. പക്ഷേ ഈ പുള്ളി അത് എന്തു പറയണ്ട, ഈ പുള്ളിയുടെ ഒരു പേഴ്സണൽ സർക്കിളിലും പിന്നെ നമ്മുടെതൊക്കെയാണ് ഈ പുള്ളി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ അന്നേ അറിഞ്ഞിട്ട് നമ്മളൊന്നും പറയാൻ കൊടുക്കാനോ നിന്നിട്ടൊന്നുമില്ല. അവനായിട്ട് വന്ന് പറഞ്ഞ സാഹചര്യം വന്ന സമയത്തായിരുന്നു നമ്മൾ ഇതൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. ഇപ്പം പുള്ളി പറയുന്നുണ്ടല്ലേ, ഇനി ഇപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത്. ഉമ്മാതാ അതൊക്കെ വെറുതെ വന്ന് തള്ളുന്നതാ. ഇവിടെ നടക്കത്തില്ല, ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിന്റെ നീതിയാ? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിന്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവനും ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും. ശരി, നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും. ആ കുടുംബത്തെ പിച്ച് ചീന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛൻ രേണുവിനെ പറ്റി എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? അച്ഛനും ഈ പറയുന്ന രേണുവിനെ പിച്ച് ചീന്താനായിട്ട് ഇട്ട് കൊടുത്തു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കും പറഞ്ഞുകൂടെ? ഞാൻ നാട്ടുകാരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കും, അത് ചെയ്യിപ്പിക്കും, എന്തോന്നാ ഇത്?
നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോടാണ് ഈ ഒരു വാശി കാണിക്കുന്നത്? നിങ്ങൾ ഈ ഒരു വിഷയം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്ക് ഇതുവരെയും പിടികിട്ടുന്നില്ല. അവരിപ്പോൾ ഒരു കുടുംബക്കാരായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ മേ ബി നാളെ അവരൊന്നിക്കുമായിരിക്കാം. പക്ഷെ അച്ഛന് ഇതിനകത്തുള്ള ഇൻവോൾവ്മെൻ്റ് എന്താ? അച്ഛന് ഇതുമായിട്ടുള്ള ബന്ധം എന്തുവാ? അച്ഛൻ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. നമ്മുടെ അടുത്തൊക്കെ എന്തെല്ലാം പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മെയിൻ സ്ട്രീം എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? നിങ്ങളിവർ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് റവന്യൂ ആണ് ലക്ഷ്യം, അല്ലാതെ നാട്ടുകാരൻ്റെ കുടുംബം നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല നിങ്ങളിങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഈ ചാനലിനെതിരെ കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോയ വ്യക്തിയാണ്, വക്കീൽ നോട്ടീസ് അയച്ച വ്യക്തിയാണ്. എന്നിട്ടും ആ പുള്ളിയെ വെച്ചുകൊണ്ട് ഇൻ്റർവ്യൂ എടുത്തിട്ട് അടുത്ത കോൺട്രവേഴ്സി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കൊള്ളാം. എന്തായാലും കണ്ടറിയാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇനി എന്തെല്ലാം സാധനങ്ങൾ വരുന്നുവെന്ന്. എനിക്ക് സത്യം പറഞ്ഞ രേണുവിനെ പറ്റി വീഡിയോ ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മാക്സിമം ഞാൻ എന്തോ പറയണ്ട അതിനെപ്പറ്റി കണ്ടിട്ടും അത് അത്യാവശ്യം വ്യൂവർഷിപ്പും കാര്യങ്ങളെല്ലാം കിട്ടും, കണ്ടിട്ട് മിണ്ടായിരിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സുഖമില്ല അത് മനസ്സിലാക്കി പിന്നെ നമ്മൾ അതിനെ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുന്നതും പിന്നെ വീഡിയോ ചെയ്യുന്നതിനകത്തോട്ട് എനിക്ക് ബേസിക്കലി യോജിപ്പില്ല, എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. പക്ഷേ ഈ ഒരു വിഷയം സംസാരിക്കണമെന്ന് തോന്നിയതിൻ്റെ പേരിൽ മാത്രമാണ് സംസാരിച്ചത്. കാര്യം അച്ഛൻ ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്, നമ്മുടെ അടുത്ത് ഈ പറഞ്ഞിട്ടുള്ളതും ഒക്കെ. ഇപ്പോൾ അച്ഛൻ കംപ്ലീറ്റ്ലി അങ്ങ് മൊത്തത്തിൽ മാറിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയമായിട്ടാണ് തോന്നുന്നത്. ഒരു പുരോഹിതന് ചേർന്ന പരിപാടിയാണോ ഇതൊക്കെ? എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.